സർ, വാക്കുകളെയും അക്ഷരങ്ങളെയും ദളിത് അവകാശങ്ങൾ നേടാനുള്ള ആയുധമാക്കി എഴുത്തുകാരനും ചിന്തകനും സാംസ്കാരിക പ്രവർത്തനവുമായ ശ്രീ കെ കൊച്ചിൻ്റെയും കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിലം പണിയിച്ച കഴിഞ്ഞ 50 വർഷക്കാലമായി മലയാളത്തിൽ പാട്ടിൻ്റെ പാലാഴി തീർത്ത ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെയും വേർപാടിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ് സർ. സാർ, ഇന്ന് രാവിലെ മുതൽ ചില അംഗങ്ങൾ ആറ്റുകാൽ പൊങ്കാല നടത്തിയത് ഞങ്ങളാണ്, അതിനെക്കുറിച്ചാണ്. സാർ, ഇവർ തന്നെ കടയ്ക്കലൊരു ക്ഷേത്രത്തിൽ പോയി ഗാനമേളയ്ക്കിടെ പുഷ്പനെ അറിയാമെന്ന് ചോദിച്ചു. സാർ, കലാപം ഉണ്ടാകാഞ്ഞത് മഹാഭാഗ്യമാണ്. സാർ, സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ബുക്ക് മാർക്ക് സൊസൈറ്റിയുടെയും ഫിലിം ഫെസ്റ്റിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നതാണ്. ഞാൻ അതിന് മടിയില്ലാതെ തന്നെ അഭിനന്ദിക്കുകയാണ്. സാർ, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനകരമല്ലേ? ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിലൂടെ നിയമനം ലഭിച്ച ചെറുപ്പക്കാരന് ഈഴവനാണെന്ന പേരിൽ ജോലി നിഷേധിച്ചത് സാംസ്കാരിക കേരളത്തിന് നാണക്കേടല്ലേ സാർ? സാർ, കേരളം ഭരിക്കുന്നത് മന്ത്രിമാരാണോ അതോ തന്ത്രിമാരാണോ എന്ന് സംശയിക്കുകയാണ് സാർ. ഇവിടെ രാത്രി 10 മണി കഴിഞ്ഞ് ക്ഷേത്ര ഉത്സവങ്ങളിൽ മൈക്ക് ഉപയോഗിക്കരുത് എന്ന നിയമം സാർ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാണ് സാർ. സാർ, കോവിഡ് കാലത്ത് സമ്മാനിച്ച പട്ടിണി മാറി ഒന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കലാകാരന്മാരുടെ നടുവൊടിക്കുന്ന ഈ നിയമം ഉണ്ടായത് സാർ. സാർ, ആയിരക്കണക്കിന് പാവങ്ങളായ കലാകാരന്മാരെ വീണ്ടും പട്ടിണിയിലാക്കിയിരിക്കുകയാണ് സാർ. ബുക്ക് ചെയ്ത പല കലാപരിപാടികളും റദ്ദ് ചെയ്യപ്പെടുകയാണ് സാർ. സാർ, പലയിടത്തും പോലീസിനെ ഭയന്ന് ബുക്ക് ചെയ്ത പരിപാടികൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ റദ്ദ് ചെയ്യുകയാണ് സാർ. നാടകക്കാർ, നാടൻ പാട്ട് കലാകാരന്മാർ, നൃത്തനാടകക്കാർ, ഗാനമേളക്കാർ സാർ, ഇവരുടെയൊക്കെ പേരിൽ പലയിടങ്ങളിലും കേസെടുക്കാൻ തുടങ്ങി സാർ. സാർ, ചാരായം മാറ്റുന്നതിനേക്കാൾ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണോ സാർ ക്ഷേത്രങ്ങളിൽ നാടകം കളിക്കുന്നതും കലാപ്രവർത്തനം നടത്തുന്നതും? സാർ, നിയമത്തിന്റെ നൂലാമാലകൾക്കപ്പുറത്ത് സർക്കാർ പ്രായോഗികമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തണം സാർ. സാർ, അങ്ങൊരു കലാ ആസ്വാദകനാണ്, നല്ലതുപോലെ കവിതയൊക്കെ ചൊല്ലുന്ന ആളാണ്, സമയമില്ലാത്തതുകൊണ്ടാണ്. സാർ, സർക്കാർ നടത്തുന്ന സാഹിത്യോത്സവങ്ങളിൽ തുടർച്ചയായി ഒരേ മുഖങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സാർ? സാർ, അവർ ഭരണകൂട വാഴ്ത്തപ്പാട്ടുകാർ ആയതാണോ സാർ അവരുടെ യോഗ്യത? സാർ, എഴുത്തുകാർ എല്ലാവരും സർക്കാരിനൊപ്പം നിൽക്കേണ്ടവരാണെന്ന് ഈ അടുത്തിടെ ഒരു പ്രമുഖ എഴുത്തുകാരൻ പറഞ്ഞതും കൂടി ചേർത്ത് വായിക്കണം സാർ. സാർ, സ്വയം പുകഴ്ത്തുന്ന ആത്മരതിയുടെ ഇടങ്ങളായും സെൽഫി എടുക്കാനുള്ള വേദികളായും സാഹിത്യോത്സവങ്ങൾ മാറുന്നത് ഖേദകരമാണ് സാർ. സാർ, ഇങ്ങനെയാണെങ്കിൽ ഈ സാഹിത്യോത്സവത്തിന്റെ പേര് മാറ്റി വല്ല സർക്കാർ കാർണിവലെന്നോ മറ്റോ ആക്കി മാറ്റണം സാർ. സാർ, CPIയുടെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് എല്ലാവരും അഭിമാനത്തോടു കൂടി സംസാരിച്ചു. അക്കാര്യത്തിലൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല സാർ. സാർ, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ലാ സമ്മേളനങ്ങളിൽ ഒട്ടുമിക്ക പ്രതിനിധികളും സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തെയും വിമർശിച്ചപ്പോൾ തിരുത്തലുകൾ പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നായിരുന്നു ഗോവിന്ദ മാഷിന്റെ പ്രതികരണം. പക്ഷേ സംസ്ഥാന സമ്മേളനം എത്തിയപ്പോൾ സാർ തിരുത്തലുകൾ മാറി തിരുമലുകളായി പോയി സാർ. സാർ, താഴെ തട്ടിലുള്ള ആത്മാഭിമാനമുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടാനുള്ള സ്ഥാനത്തെക്കുറിച്ച് ഒരാവലാതിയുമില്ല സാർ. സംസ്ഥാന സമിതിയിലിരിക്കുന്ന പല ആളുകൾക്കും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഉള്ള സ്ഥാനം കളയേണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് സാർ തിരുത്തലുകൾ തിരുമലുകളായി മാറിയത്. സാർ, നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് സാർ. ആർക്ക്? നിങ്ങൾക്ക് തന്നെ. പണ്ട് സലീം കുമാർ ഒരു സിനിമയിൽ എന്നെ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയായി പോയി സാർ നിങ്ങളുടെ ഈ ഭരണം. സാർ, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഫാസിസ്റ്റാണോ നവഫാസിസ്റ്റാണോ ഇനി എന്തു പേര് ചൊല്ലി വിളിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് സാർ. സാർ, നിങ്ങൾ എന്തു വേണമെങ്കിലും വിളിച്ചോ, വേണമെങ്കിൽ അളിയ എന്നും വിളിച്ചോ. ഇപ്പോഴത്തെ ഈ ചായ കൂടി പാർട്ടിയൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല സാർ. പക്ഷെ ഞങ്ങൾക്ക് അക്കാര്യത്തിലൊരു നിലപാടുണ്ട് സാർ. സാർ, മനുഷ്യനെ ഭക്ഷണത്തിൻ്റെയും വേഷത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ അരികുവൽക്കരിക്കുകയും എറിഞ്ഞു കൊല്ലുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ കോൺഗ്രസും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു കേന്ദ്രം ഭരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം തന്നെയാണ് സാർ. സാർ, DK മുരളി MLA മനോഹരമായി ചങ്ങമ്പുഴയുടെ കവിത ഇവിടെ ചൊല്ലി. സാർ, അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു കവിതയുണ്ട്.
എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഇത് ചങ്ങമ്പുഴയുടെ വരികളാണ് സാർ. ഈ ഭരണത്തിൽ അത് മാറ്റി എവിടെ തിരിഞ്ഞു നോക്കിയാലും കൊല്ലും കൊലയും എന്നാക്കി മാറണം സാർ. സാർ, ഈ ഭരണത്തിൽ കൊലപാതകങ്ങൾ ഒറ്റത്തവണ തീർപ്പാക്കലാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരാള് തന്നെ ഇറങ്ങി 5-6 പേരെ ഒരുമിച്ച് കൊല്ലുകയാണ് സാർ. സാർ, ഇന്നലെ രാത്രിയിലും കൊല്ലത്തൊരു കൊലപാതകം നടന്നു സാർ. സാർ, ഈ വർഷം ആദ്യത്തെ 2 മാസങ്ങളിൽ 59 ദിവസങ്ങളിലായി 70 പേരാണ് സാർ കൊല്ലപ്പെട്ടത്. സാർ, വർത്തമാന പത്രങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ചില കോളങ്ങളുണ്ട്. പരസ്യക്കോളം, സിനിമാ കോളം, വൈവാഹിക ബന്ധി, പ്രാദേശിക വാർത്താക്കോളം, സംസ്ഥാന വാർത്താക്കോളം. സാർ, അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ 2 കോളം കൂടി അധികമാക്കി സാർ. ഒന്ന് ബലാത്സംഗ കോളം, ഒന്ന് കൊലപാതക കോളം. സാർ, കേരളത്തിൽ 3 വയസ്സുകാരി മുതൽ 93 വയസ്സുള്ള മുതുമുത്തശ്ശി വരെ പീഡിപ്പിക്കപ്പെടുന്ന നാടായി സാർ കേരളം മാറി സാർ. സാർ, ഈ കോവിഡിന്റെ ആ ഭയാനകമായ അന്തരീക്ഷത്തിൽ കേന്ദ്രം കോവിഡിനെ പ്രതിരോധിക്കാൻ നമ്മളെ കൊണ്ട് പാട്ട കൊട്ടിച്ചു, പാത്രം കൊട്ടിച്ചു സാർ. സാർ, അതുപോലെയല്ലേ സാർ കേരളത്തിലെ എക്സൈസ് വകുപ്പ്? സാർ, ഈ വൻ ലഹരി മാഫിയയെ പ്രതിരോധിക്കാൻ പാവപ്പെട്ട കുട്ടികളെ ഈ പൊരുവെയിലത്ത് ഘോഷയാത്ര നടത്തിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ സാർ? സാർ, നാടകവും കലാപരിപാടിയും ബോധവൽക്കരണവും ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ നടത്താൻ സാർ. സാർ, ഇതിന്റെ ഉറവിടവും വിതരണവും കണ്ടെത്തി കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുവാൻ എക്സൈസ് വകുപ്പ് തയ്യാറാകണം സാർ. സാർ, ദയവായി ഈ വിമുക്തിയിൽ നിന്നും എക്സൈസ് വകുപ്പിനെ ഒന്ന് മോചിപ്പിക്കണം സാർ. സാർ, ഈ പണ്ട് കാലത്ത് ഈ വലിയ വീടുകളുടെ പടിപ്പുരവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് അത്താഴപ്പണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഈ പടിവാതിൽ അടയ്ക്കൂ. അതുപോലെ ഈ അടുത്തിടെ എക്സൈസിന്റെ ഒരു സർക്കുലർ വന്നു. ബിവറേജസിന്റെ ഈ മദ്യം വെക്കുന്ന കടകളിൽ, ഷോപ്പുകളിൽ അത് അടയ്ക്കുന്നതിന് മുമ്പേ മാനേജർ ഇറങ്ങുമെന്ന് ചോദിക്കണം, ഇനി ആരെങ്കിലും കുടിക്കാനുണ്ടോ, ഇനിയാണെങ്കിലും കുടിക്കാനുണ്ടോ? സാർ, എന്താണ് സാർ ഇത്ര നിർബന്ധം? സർക്കാരിന് മുഴുവൻ ആളുകളെയും ചാരായം കുടിപ്പിച്ചു കൊല്ലണമെന്ന് സാർ എന്താണ് ഇത്ര നിർബന്ധം? സാർ, ഇനി എന്തു പറഞ്ഞാലും സാർ, ഇടിയപ്പത്തിന്റെ കുരുക്ക് ഇന്നുവരെ ഒരു ബുദ്ധിജീവിക്കും ഒരു ശാസ്ത്രജ്ഞനും അഴിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സാർ. സാർ, അതുപോലെയാണ് സാർ ഈ സർക്കാർ കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് കുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ് സാർ. സാർ, ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ. ഇനി പറയുന്നതിനകത്ത് രാഷ്ട്രീയമല്ല സാർ. സാർ, കേരളത്തിലെമ്പാടും ലഹരി മാഫിയയുടെ പ്രവർത്തനം, കൊലപാതകം, ഇതൊക്കെ അരങ്ങുവാഴുകയാണ്. ഓരോ നിമിഷവും ഗോളടിക്കുന്നത് പോലെ മനുഷ്യന്റെ തല റോഡിൽ ഉരുളുകയാണ് സാർ. സാർ, ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ്, സാർ, ഞാൻ കൂടി ഭാഗമാകുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളെല്ലാം ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സാർ, ഒരു മനോഹരമായ നാടകം, അത് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി ആൾക്കൂട്ടത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ നാടകം എഴുത്തുകാരൻ ശ്രീ ഹേമന്തകുമാർ എഴുതി ഏറ്റവും പ്രിയങ്കരനായ അവാർഡ് ജേതാവായിട്ടുള്ള സംവിധായകൻ രാജേഷ് ഇരുളം സംവിധാനം ചെയ്യുന്ന സാഹിതി തിയേറ്റേഴ്സിന്റെ സർ തളരില്ല കേരളം തകരില്ല യുവത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കണ്ടേ അംബാനെ എന്ന പേരിൽ ഒരു മനോഹരമായ നാടകം അവതരിപ്പിക്കുന്നുണ്ട്. സാർ, എല്ലാ നിയമസഭാ അംഗങ്ങളും പ്രതിപക്ഷം പേടിക്കേണ്ട ഒരു വിമർശനവുമില്ല, സാമൂഹിക വിമർശനവുമാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നാടകം എല്ലാ MLA-മാരും അതാത് മണ്ഡലങ്ങളിൽ അവതരിപ്പിക്കാനുള്ള സഹായം ചെയ്തു തരണം സാർ. സാർ, ഇത് സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം വളരെ പോസിറ്റീവായി ഇടപെടുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന അഭിനയിക്കാൻ താല്പര്യമുള്ള MLA-മാർക്കും അഭിനയിക്കാം സാർ. ഓക്കെ, സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും അഭിനയിക്കാൻ സാധനം ചെയ്യണം സാർ. മുഴുവൻ കാണികളെയും നാടകത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഇന്നുവരെ ആരും തെരുവിൽ അവതരിപ്പിക്കാത്ത മനോഹരമായ ഒരു നാടകമാണ് സാർ. ആ നാടകത്തിന് എല്ലാവിധ പിന്തുണയും സാംസ്കാരിക വകുപ്പിന്റെ, എക്സൈസ് വകുപ്പിന്റെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്